ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മളുടെ ഒരു വയസ്സുകാരന് ഞാനും മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ലൂസി ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വിചാരിച്ചിട്ടോ. ഇന്ന് രാവിലെ കുറച്ച് സങ്കടമുള്ള സമയമായിരുന്നു. പിന്നെ ഞാൻ സങ്കടമൊക്കെ മാറ്റി വെച്ച് ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വിചാരിച്ചു. അപ്പൊ ഞാൻ ഹാപ്പി ആയിരിക്കുന്ന കാണുമ്പോഴാണ് അച്ഛനും ഹാപ്പി ആവുക. ലൈക്ക് അവര് നാട്ടിലേക്ക് പോയി. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വിത്ത് മൈ ടോഡ്ലർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതെനിക്ക് ഈ ഐഡിയ പറഞ്ഞത് എൻ്റെ ചേട്ടൻ്റെ വൈഫ് സ്നേഹയാണ് പറഞ്ഞത്. അപ്പം ഞാൻ അവൾക്കൊരു ഹായ് കൊടുക്കണു. അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ചെയ്ത് നോക്ക് പറഞ്ഞു. അപ്പം എനിക്ക് അത് ചെയ്യാൻ വിചാരിച്ചു. അപ്പം ഇന്ന് ഇപ്പോൾ കുറച്ച് നേരത്തെ മുന്നേ അവൻ ഉറങ്ങി എണീച്ചുള്ളൂ കേട്ടോ. അപ്പം ഏട്ടൻ പോയതിന് ശേഷം ഇവൻ കിടന്നുറങ്ങി. അപ്പം ഞങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടാലോ. അപ്പോൾ ഇന്നൊരു കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്കാണെങ്കിൽ ഇവനെ ഒറ്റയ്ക്ക് ഫുഡ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാം കേട്ടോ. ബാ ബാ ബാ. അപ്പം ഞാനും ഫുഡും കൂടി പോവാട്ടോ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാട്ടോ സംഭവം. അപ്പൊ നമുക്കിത് അൺബോക്സ് ചെയ്യാം കേട്ടോ. പൊണ്ണു ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ സിസേഴ്സ് എടുത്തിട്ട് വരാം. പൊണ്ണു ബാബി നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാം. അപ്പോ ഇത് അൺബോക്സ് ചെയ്തിട്ട് വേണം എനിക്ക് അവന് ഫുഡ് കൊടുക്കാൻ. കാരണം അവൻ രാവിലെ കഴിച്ചിട്ട് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല, കിടന്നുറക്കം തന്നെയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാന്ന്. അപ്പൊ ഇതാട്ടോ സംഭവം വന്നു. തുറന്നാലോ പൊണ്ണു? നമുക്ക് ഇതിനെ ഫിക്സ് ചെയ്യണം. അത്യാവശ്യം പാടുള്ള പണിയാണ്. എന്നാലും പൊണ്ണു ഇപ്പൊ അനങ്ങാണ്ടിരിക്കണ്ട്. ഇല്ലെങ്കിൽ എനിക്കതൊന്നും പറ്റില്ല. പൊണ്ണു നല്ല കുട്ടിയായിട്ട് ഇരിക്കണ്ട്. അപ്പോഴേക്കും പൊണ്ണു വരുന്നു കേട്ടോ. പൊണ്ണു നമുക്ക് ഇതിലെടുത്താം. അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാം. നമ്മി തൊക്ക പൊണ്ണുത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇരിക്കും കേട്ടോ. അപ്പൊ ഹായ് കൊടുത്ത പൊണ്ണു എല്ലാവർക്കും. ഹായ് ചേച്ചി, ഹായ് ചേട്ടാ പറഞ്ഞേ. അപ്പൊ ദേ ഇതാണ് സംഭവം. അപ്പൊ ഞാൻ പയ്യെ ഒന്ന് അൺബോക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും ഏട്ടൻ പറഞ്ഞത് ഇന്നല്ലെങ്കിൽ നാളെ വരുന്നതാണ്. ഭയത്തിന് ഇതൊന്നും വന്നില്ലെങ്കിൽ ഞാൻ പ്രാമ്പിൽ മീൻസ് സ്ട്രോളറിൽ ഇട്ടിട്ട് കൊടുക്കാന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടെന്ന്. ഒറ്റയ്ക്ക് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവനാണെങ്കിൽ. അപ്പോൾ ഭയങ്കര കുറുമ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ നമ്മുടെ പൊണ്ണിന് കളിക്കാൻ ബോക്സിലോ. ഇതാട്ടോ സംഭവം. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. പൊണ്ണുന് നമ്മൾ ഈ ബോക്സ് കളിക്കാൻ കൊടുക്കാം കേട്ടോ. പൊണ്ണുന് നമ്മൾ ഈ ബോക്സ് കിട്ടി. പൊണ്ണു നോക്ക്, പൊണ്ണുന് കളിച്ചാ ബോക്സ് കളിച്ചോ. അപ്പോ പൊണ്ണു ഇവിടെ ബോക്സിൽ കളിക്കണ്ട്. നമ്മൾ അതിന്റെ ബാക്കില് ഇത് റെഡിയാക്കാൻ പോവാട്ടോ. പൊണ്ണുന് ടോയ്സ് കളിക്കാണ്ട്. അപ്പൊ ഇതിന് ഇൻസ്ട്രക്ഷനോ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മളിത് തന്നെ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഇങ്ങനെയാന്ന് തോന്നുന്നു. അപ്പൊ ഇതേ നമ്മൾ ഹൈ ചെയർ സെറ്റ് ചെയ്ത് കേട്ടോ. വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല, കുഴപ്പമില്ല, എളുപ്പമായിരുന്നു ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് അവനെ ഇതിന്റെ ഉള്ളിൽ ഇരുത്താം കേട്ടോ. പൊണ്ണിരുന്നേ.
വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞാണ് എനിക്ക് ഫുഡ് കഴിക്കാൻ. അപ്പോൾ എല്ലാം ന്യൂ അമ്മമാർക്കും ഒറ്റയ്ക്ക് നോക്കണവർക്ക് വേണ്ടിയിട്ടൊരു എന്താ പറയുക ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് തന്നെ വിചാരിക്കണു. അപ്പം അതെ, അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പാപ്പ തിന്നാൻ പോട്ടെ. ഫുഡ് ഭാവിക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സംഭവം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫുഡൊന്നും ഇതാവില്ല. പിന്നെ ഓൾറെഡി ആണെങ്കിൽ കുറുക്കും വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ വാഷ്റൂമിലൊക്കെ കുട്ടികളുള്ളപ്പോൾ പോവാൻ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം കേട്ടോ. ഞാനിപ്പോ ഇവനെ യൂഷ്വലി ഞാൻ ഇതിൻ്റെ ഉള്ളിലാണ് ആക്കാറ്. പക്ഷെ ഇന്ന് എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങായിരുന്നു. അപ്പൊ ഞാനാണെങ്കിൽ ഫുഡ് ഞാൻ വാഷ്റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനാണെങ്കിൽ വാതിൽ തുറന്നിട്ടാണ് ഇപ്പോഴും വാഷ്റൂമിൽ പോവാറ്. ഈ വെള്ളതുകൊണ്ട് അച്ഛനും വെള്ളപ്പോൾ അവര് നോക്കും ഇല്ലാത്തപ്പോ. അപ്പൊ ഞാൻ നോക്കുമ്പോഴാണെങ്കിൽ ഒരാള് ബെഡ്റൂമിന്ന് ചാടി എണീച്ച് വരുന്നു. ഇവൻ നടക്കാറായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബെഡ്റൂമിന്നൊക്കെ ഒറ്റയ്ക്കൊക്കെ വരും. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ചാടി ഇറങ്ങി വരുന്നു. അപ്പൊ തന്നെ ഞാൻ വാഷ്റൂമിൽ നിന്ന് എണീച്ചോടി വന്ന് ഇതായി. അപ്പൊ നമ്മള് ഉറങ്ങി ഇറക്കുമ്പോഴാണെങ്കിലും ശ്രദ്ധിക്കണം കേട്ടോ. ഇവര് ഒരു നിമിഷം മതി എന്തെങ്കിലും ഇതാവാൻ വേണ്ടിയിട്ട്. അപ്പൊ യൂഷ്വലി ഞാൻ എന്താ ഇവനെ എണീച്ചിരിക്കുകയാണെങ്കിൽ ഈ പ്ലേ പെനിലാണ് ഇരുത്താറ്. അപ്പോൾ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. പിന്നെ നമ്മൾ പൊന്നുബാബി കുക്ക് കഴിക്കാൻ പോകട്ടെ. പൊന്നുബാബി കുക്ക് അങ്ങനെയൊന്നും കഴിക്കില്ല, ഫോൺ നോക്കിയാലേ കഴിക്കുള്ളൂ. അപ്പൊ ഞാൻ ഒരു ഫോൺ എടുത്തിട്ട് വരാം കേട്ടോ. If you're happy and you പൊന്നുബാബി പൊന്നുബാബിയാണ് പൊന്നുബാബി. അപ്പൊ നമ്മൾ കൊടുത്തു കഴിഞ്ഞു കേട്ടോ. ഞാൻ ഇതിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒരു വെള്ളം കൂടി കൊടുക്കാറുണ്ട്. ഞാൻ ചിക്കൻ കഴിക്കുമ്പോ അതും കൊടുക്കാൻ വിചാരിക്കണം. ഇതാണ് പൊണ്ണുവിന്റെ പരിപാടി. അടുത്ത കാഴ്ച കണ്ട. ഞാൻ നോക്കുമ്പോ ലൂസിനെ കാണാനില്ല. നോക്കുമ്പോ അതെ ലൂസി ഇതിനുള്ളിൽ കയറി ഇരിക്കുക കേട്ടോ. ഇനി പൊണ്ണൂനെ അതിൻ്റെ ഉള്ളിൽ കയറി ഇരുത്താൻ പോവാണ്. കാരണം എനിക്ക് ഫുഡ് കഴിക്കണം, ഫുഡ് ചൂടാക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം ഞാൻ ഹീലാക്കിയിട്ട് ഇപ്പം പോവും. പബി അവിടെ നിന്ന് അമ്മ ഇപ്പം വരാം. ഈ സീറ്റ് ബെൽറ്റ് സംഭവം കൂടി ഉണ്ട് കേട്ടോ. കണ്ടോ? ഇത് ഇങ്ങനെ ഫിറ്റ് ചെയ്യണ ഏട്ടം വന്നിട്ട് ഫിറ്റ് ചെയ്യാൻ അത് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയാൽ മതി. ഏട്ടം വന്നിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം കേട്ടോ. പൊണ്ണു ബാബി, അപ്പൊ നമുക്ക് അമ്മ ഫുഡ് ചൂടാക്കിയിട്ട് വരാം. അപ്പൊ നമ്മൾ ഫുഡ് ക്യാഷ് ആയിട്ട് കഴിക്കാൻ പോണേ. നല്ല മേടിച്ചതുണ്ടായിരുന്നു രാത്രി. അമ്മ ചൂടാക്കിട്ട് വാവേ. കോഴ്സിലൊക്കെ ഉണ്ടായിരുന്നു. അമ്മ കളഞ്ഞു തോന്നുന്നു കേട്ടോ. കുഴപ്പമില്ല. ചിക്കൻ വെച്ച് അഡ്ജസ്റ്റ്. അപ്പോ ചിക്കൻ പീസ് ഉണ്ട്. ഒരു ലഗും കഴിക്കാം.
ചിക്കൻ അവനും കൊടുക്കാം, അവന് നല്ല ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അവനും കൂടി കൊടുക്കാന്ന്. പൊന്നു ബാബാ അമ്മ വരാം, അമ്മ വരാം. ചൂടാക്കണ്ട പൊന്നു, കുറേ പാത്രങ്ങൾ കഴുകാണ്ട്. ഒക്കെ കഴുകാനുള്ള പാത്രങ്ങളോ ഒന്നും എനിക്കറിയില്ലേ. ഞാൻ ഒരു കാര്യം ചെയ്തിട്ടൊരു പിമ്പിൾ വന്നു കേട്ടോ. ബാക്കിയൊക്കെ ക്ലിയർ ആയി വന്നതായിരുന്നു. ഞാൻ ആ ബ്ലാക്ക് ഹെഡ് റിമൂവ്, ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് ഹെഡ് റിമൂവർ എടുത്തിട്ട് വെറുതെ ഒരു കാര്യം ചെയ്തതാ. അപ്പം അതേ ഇങ്ങനെ വന്നു. പക്ഷെ കുഴപ്പമില്ല, പോവും. പിമ്പിൾ ഭയങ്കര വലുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ട്രീറ്റ് ചെയ്യണം. ചിക്കൻ ചൂടാക്കട്ടെ. ഇവനെ അതിലിരുത്താണ്ട് വേറെ വഴിയില്ല, കാരണം 2-3 പാത്രമുള്ളൂ കഴുകാൻ. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് കഴുകിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോഴാണെങ്കിൽ ഫോണിന് അടങ്ങി ഒതുങ്ങിയിരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈം നോക്കിയിട്ട് പാത്രം കഴുകിയിട്ട് വരാം. അപ്പൊ നമ്മളിനി ചിക്കു കഴിക്കാൻ പോവാട്ടോ. പൊണ്ണൂന്റെ ഫേവറേറ്റ് ആണ്. നമ്മൾ എരിവില്ലാത്തതാണ് നമ്മൾ പൊണ്ണൂന് കൊടുക്കണേ. പൊണ്ണു ചിക്കു വേണ്ട പൊണ്ണൂന്. യമ്മി. എരിവില്ലാത്ത ചിക്കൻ ഇഷ്ടം കേട്ടോ. എരിവുള്ള കൊടുക്കാറില്ല, പക്ഷെ ചിക്കനൊക്കെ ഇഷ്ടം. ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെയാണ് നമ്മുടെ പൊണ്ണു ബാബിയുടെ ഫേവറേറ്റ് കേട്ടോ. ഇട്ടായോ? കഴിച്ചോ? മതിയോ? ഞങ്ങളെപ്പോഴും KFCയും ആയാലും ഇതൊക്കെ മേടിക്കുകയാണെങ്കിലും അതിൻ്റെ സോസിനായിട്ട് നമുക്ക് ഇഷ്ടം സ്വീറ്റ് ചില്ലി സോസ് ഉണ്ട്. ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞങ്ങൾ ആ സോസ് നോക്കുക. അമ്മയൊക്കെ വരുമ്പോൾ അമ്മ അച്ഛനൊക്കെ മറ്റേ സോസാണ് ഇഷ്ടം. എനിക്ക് ഏട്ടന് ഈ സോസാണ് ഇഷ്ടം. എന്നിട്ട് കോൾസ്ലോ കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട. അല്ല പെണ്ണു കഴിച്ചിട്ട് വരാം കേട്ടോ. ബൈ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഫുഡ് ബാബി ഇവിടെ അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ച് വാരിയിടാൻ വിചാരിച്ചു. ഏട്ടൻ പറഞ്ഞിട്ടുള്ളതൊന്നും ചെയ്യണ്ടെന്നാണ്. പക്ഷെ ഇവിടെ ആകെ ജസ്റ്റ് ഇതായിരിക്കണ്ട. അപ്പോൾ ഇവ എനങ്ങാണ്ട് ഇരിക്കണ്ടല്ലോ, കരയാണെങ്കിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ കളിച്ചോണ്ടിരിക്കാണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് അടിച്ച് വരാം കേട്ടോ. അല്ല പൊണ്ണു ബാബി. അപ്പൊ അവനാണെങ്കിൽ ആ പെട്ടി കിട്ടപ്പോ പെട്ടിയുടെ മേലെയാണ് കളി. എന്നാലും എപ്പോഴും ഒരു കണ്ണ് വേണം. എന്താ വായയിൽ എപ്പോഴും ഇടാ. ഇനി എന്താ എപ്പാ ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ലേ. അപ്പൊ അവന്റെ പ്ലേ ടൈമാണ്. പ്ലേ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറക്കണം. അവന്റെ സ്ലീപ്പ് ടൈമാണ്. അപ്പോൾ അടിച്ചൊക്കെ വരി കഴിഞ്ഞിട്ട് നമ്മൾ ഓർഡിനറിയുടെ കെമിക്കൽ പീല് ചെയ്യാൻ പോവാട്ടോ.
കാരണം അവൻ എന്നെങ്ങാണ്ട് ഇക്കണ്ട് അപ്പോഴാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഫേസിലാണ് നമ്മൾ കെമിക്കൽ പീൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ യൂഷ്വലി എൻ്റെ ഫോളോവേഴ്സ് ആണെങ്കിൽ അറിയാം ഞാനിത് അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പം ഇന്ന് ഇത് അപ്ലൈ ചെയ്യേണ്ട ദിവസമാണ്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്താൽ നമ്മുടെ ഫുണ്ണു ബാബി ഇവിടെ കളിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. ഫുണ്ണു ബാബി വന്നേ, ഫുണ്ണു ബാബി ഇങ്ങോട്ട് നോക്ക്. ഫുണ്ണു ബാബി എൻ്റെ മുഖത്ത് നോക്കിയേക്കാട്ടോ. ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞ് അത് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ സംഭവം സെറ്റായി. പിന്നെ ഞാനും ഫുണ്ണു ബാബി കിടന്ന് ഉറങ്ങുക, പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുളിക്കുക, അതൊക്കെയാണ് പരിപാടികൾ. അപ്പോൾ നമുക്ക് ഇത് കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് ഫുണ്ണു ബാബിനെ ഉറക്കുമ്പോൾ കാണാം കേട്ടോ. അപ്പം ഇനി നമ്മൾ ഫുണ്ണു ബാബിനെ ഉറക്കാൻ പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫേസൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഫുണ്ണു ബാബിനെ ഉറക്കാൻ പോവാം. അത് കഴിഞ്ഞ് ഏട്ടൻ വരും, പിന്നെ അവന് ഫുഡ് കൊടുക്കതൊക്കെ പരിപാടി. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോസായി ഞങ്ങൾ വരുന്നതായിരിക്കും. ബൈ. ലൂസി അവിടെ സെറ്റിലേക്ക് കിടന്ന് ഉറങ്ങാൻ നിൽക്കാട്ടോ. അപ്പം ഞങ്ങൾ ഉറങ്ങിയിട്ട് വരാം. ബൈ.